സമാദരണീയ പ്രേക്ഷകർക്ക് നമസ്കാരം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ ക്ഷേത്ര ഐതിഹ്യ പെരുമയും മഹാത്മ്യവും അറിഞ്ഞുകൊണ്ടുള്ള യാത്ര നിളയുടെ തീരത്തെ പവിത്രമാക്കുന്ന കേരളക്കരയാകെ പ്രസിദ്ധിയാർജിച്ച ചമ്രവട്ടം ശ്രീ അയ്യപ്പ ക്ഷേത്ര സന്നിധിയിലാണ് നാം എത്തി നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം 7000 വർഷത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ക്ഷേത്രോൽപത്തിക്ക് കാരണമായ ഐതിഹ്യം ഇങ്ങനെ: ഭാരതപ്പുഴയുടെ തീരത്ത് ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങൾക്കിടയിൽ മഹാതേജസ്വിയായ ശംഭര മഹർഷി തപസ് അനുഷ്ഠിച്ചിരുന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന മഹാതപസ്സിനൊടുവിൽ ഒരു രാത്രിയിൽ മഹർഷിക്ക് മുൻപിൽ ദിവ്യ വെളിച്ചം പ്രത്യക്ഷമായി. ആ ദിവ്യ വെളിച്ചത്തെ കൈകൂപ്പി വന്നിച്ച് ശിവന് സ്തോത്രം ചൊല്ലിയപ്പോൾ ആ ദിവ്യ വെളിച്ചം ഭൂമിയിൽ ലയിക്കാതെ നിശ്ചലമായി നിന്നപ്പോൾ അത് ശിവജ്യോതിസല്ല എന്ന് മഹർഷി തിരിച്ചറിഞ്ഞു. പിന്നീട് വിഷ്ണു സ്തോത്രം ചൊല്ലി ആ ദിവ്യ ചൈതന്യത്തെ വന്ദിച്ചു. എന്നിട്ടും ആ ദിവ്യശക്തി ഭൂമിയിൽ ലയിക്കാതെ നിശ്ചലമായി നിന്നു. ആ ദിവ്യശക്തി ശിവനും വിഷ്ണുവും അല്ല എന്ന് മനസ്സിലായതോടെ ദുർഗാമന്ത്രവും ഗണപതി മന്ത്രവും സുബ്രഹ്മണ്യ മന്ത്രവും ചൊല്ലി. എന്നിട്ടും ആ ദിവ്യ തേജസ് ഭൂമിയിൽ ലയിക്കാതെ നിന്നു. പിന്നീട് ശംഭര മഹർഷി തൻ്റെ ജ്ഞാനശക്തി കൊണ്ട് ദൈവികമായ ലോകത്തെ വലം ചെയ്ത് പഞ്ചേന്ദ്രിയങ്ങളെ പ്രസാദിപ്പിച്ച ശേഷം അന്തിമ ദേവതാ സങ്കല്പത്തിൽ ധർമ്മശാസ്ത്ര മന്ത്രം ചൊല്ലി ആ ദിവ്യ വെളിച്ചത്തെ വന്ദിച്ചു. ആ സമയം അന്തരീക്ഷത്തിൽ ആകെ ഒരു ചലനമുണ്ടാവുകയും ആ ദിവ്യ തേജസ് ആ താപസഭൂമിയിൽ ലയിച്ചു ചേർന്ന് ശ്രീ ധർമ്മശാസ്താവ് സ്വയം ഭൂജാതനാവുകയും ചെയ്തു. ആ താപസഭൂമിയിൽ ആദ്യം എത്തിച്ചേർന്ന കുറ്റിശ്ശേരി മനയിലെ ബ്രാഹ്മണർക്ക് പൂജാവിധികൾ നിർണയിച്ചു നൽകിയ ശേഷം ശംഭര മഹർഷി വനാന്തരത്തിലേക്ക് അവധൂത യാത്ര തുടർന്നു. ശംഭര മഹർഷി തപസ്സു ചെയ്ത വട്ടം തപരവട്ടം എന്നും പിന്നീട് ചമ്രവട്ടം എന്നുമായി മാറി. ശംഭര മഹർഷി ദിവ്യ വെളിച്ചം കണ്ട് മന്ത്രം ചൊല്ലിയ എല്ലാ മൂർത്തികളും ക്ഷേത്രത്തിലെ ഉപദേവന്മാരായി മാറുകയും ചെയ്തു. ചമ്രവട്ടം പാലം വരുന്നതിനു മുൻപ് ചമ്രവട്ടം അയ്യനെ വലം വെച്ചാണ് കടത്തു തോണികൾ മറുകരയിലേക്ക് പോയിരുന്നത്. കുത്തി ഒഴുകുന്ന പുഴയിൽ ഒരു തോണി പോലും അപകടത്തിൽ പെട്ടിട്ടില്ല എന്നത് ചമ്രവട്ടത്തയ്യന്റെ ഭക്തരോടുള്ള കരുതലായി ഭക്തർ വിശ്വസിക്കുന്നു. മുസ്ലിം സമുദായക്കാരാണ് ചമ്രവട്ടം കടവിലെ കടത്തുകാർ. യാത്രയ്ക്ക് മുൻപേ ചമ്രവട്ടത്തയ്യനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ തോണി തുഴയുന്നത്. തങ്ങളുടെ പൂർവികരുടെ രക്ഷാപുരുഷനായി ചമ്രവട്ടം അയ്യപ്പനെ കുലകുടുംബ ദേവതയായി ആരാധിച്ചു പോരുന്ന മുസ്ലിം കുടുംബങ്ങൾ ഇന്നും ഈ നദിക്കരയിലുണ്ട്. തിരുനാവായ ദേവസ്വം മഠത്തിലെ വേദപാഠശാലയിൽ ഏത് വേദവിദ്യാ ചടങ്ങുകൾ ആരംഭിക്കുന്നതിനു മുൻപും ചമ്രവട്ടത്തയ്യപ്പന് ആദരപൂജ നടത്തേണ്ടതുണ്ട്. തിരുനാവായ യോഗക്കാരുടെ ദേവഗുരുസ്ഥാനമാണ് ചമ്രവട്ടത്തെ ശാസ്താവിനുള്ളത്. വിദ്യയിലും വേദത്തിലും ചമ്രവട്ടത്തെ ശാസ്താവിന് വലിയ ദേവപ്രഭാവമുള്ളതുകൊണ്ട് തന്നെ വിദ്യാഗുണത്തിന് ഈ ക്ഷേത്ര ദർശനം ഏറെ പ്രധാനപ്പെട്ടതാണ്. പുണ്യപ്രവാഹിയായ ഭാരതപ്പുഴ കരകവിഞ്ഞൊഴുകുമ്പോഴാണ് ഭഗവാന്റെ ആറാട്ട്. മനുഷ്യരിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന സർവ്വപാപങ്ങളും കഴുകിക്കളഞ്ഞ് സ്നാനശുദ്ധി നേടുന്ന അയ്യപ്പന് ആറാട്ടുവേളയിൽ പൂജാരിമാർ തോണിയിലെത്തിയാണ് പൂജ നടത്തുന്നത്. ഭഗവാന്റെ ആറാട്ടിന് ശേഷമുള്ള അടനിവേദ്യം ഏറെ വിശേഷപ്പെട്ടതാണ്. ചമ്രവട്ടത്തെ ധർമ്മശാസ്താവ് പ്രഭ എന്ന ധർമ്മപത്നിയോടും സത്യകൻ എന്ന മകനോടും ഒപ്പമാണ് വസിക്കുന്നത്. ജാതിമതഭേദമന്യേ എല്ലാ ഭക്തർക്കും ദർശനം നടത്താവുന്ന ശബരിമലയ്ക്ക് സമാനമായ ക്ഷേത്രമാണ് ചമ്രവട്ടം ക്ഷേത്രം. കുടുംബദോഷം മാറുന്നതിനും
ഇഷ്ടകാര്യസിദ്ധിക്കും ചതുശ്ശതം വഴിപാട് ഏറെ പ്രധാനപ്പെട്ടതാണ്. ശനിദോഷം മാറുന്നതിന് ഈ ക്ഷേത്ര ദർശനം നടത്തി എള്ളുതിരി വഴിപാട് നടത്തിയാൽ ശനിയുടെ അപഹാരത്തിൽ നിന്നും ശ്രീ ധർമ്മശാസ്താവ് ഭക്തനെ കാത്തുരക്ഷിക്കുന്നു. ചർമ്മത്തിലുണ്ടാകുന്ന രോഗങ്ങൾ മാറുവാൻ നെരിപ്പട നിവേദ്യം വഴിപാട് ചെയ്യുന്നത് ഏറെ ഫലം കണ്ടുവരുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുവരെ ധാരാളം ഭക്തരാണ് ഈ വഴിപാട് നടത്തി വരുന്നത്. 100ഓളം വഴിപാടുകളാണ് ദിനം പ്രതി ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. ഇതിൽ നിന്ന് തന്നെ നെരിപ്പട എന്ന വഴിപാടിൻ്റെ ഫലം നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൽ ചമ്രവട്ടത്ത് അയ്യപ്പന് മാത്രമുള്ള വഴിപാടാണ് നെരിപ്പട. ചമ്രവട്ടത്തെ തിരുസന്നിധിയിൽ ഏറെ പ്രാധാന്യത്തോടെ നടന്നുവരുന്ന ചടങ്ങാണ് തീയാട്ടു മഹോത്സവവും മുറജപവും. നിരവധി ഭക്തരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായി ക്ഷേത്രത്തിലെത്തുന്നത്. ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് കുടുംബ ഐശ്വര്യത്തിനും സന്താനലബ്ധിക്കും ഏറെ പ്രധാനപ്പെട്ടതാണ്. മണ്ഡലം 41 ക്ഷേത്രത്തിൽ ഉത്സവമായി ആഘോഷിച്ചു വരുന്നു. ഈ ദിവസങ്ങളിലെ നിറദീപ ശോഭയിൽ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നത് അതിവിശേഷമാണ്. ഓരോ ദിവസങ്ങളിലെയും എഴുന്നള്ളിപ്പ് ഭക്തർ വഴിപാടായി നടത്തി വരുന്നു. കുടുംബ ഐശ്വര്യത്തിന് ഏറെ പ്രാധാന്യമുള്ള വഴിപാടാണിത്. മകരമാസത്തിലെ അനിഴം നക്ഷത്രത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠാദിനം. വളരെ വിപുലമായ പൂജാതി കർമ്മങ്ങളാണ് അന്നേ ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്നത്. പ്രതിഷ്ഠാ ദിവസത്തിൽ നടക്കുന്ന പ്രസാദ ഊട്ടിൽ 1000-ലേറെ ഭക്തരാണ് പങ്കെടുക്കുന്നത്. കുറ്റിശ്ശേരി മനയ്ക്കാണ് ക്ഷേത്ര ഊരായ്മ അവകാശം. കൈനിക്കര തെക്കേടത്തും രാമൻ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി. പ്രാപഞ്ചിക വികാരത്താൽ വിലയം പൂണ്ട ചമ്രവട്ടത്തയ്യപ്പന്റെ അപാരത അതീത വർണ്ണങ്ങളും അനാദൃശ്യ മോഹന രൂപകങ്ങളും നിറഞ്ഞ നിത്യവസന്തം തന്നെയാണ്. ദൈവം അപാരതയിലാണ് വസിക്കുന്നത്, ഭൗതിക ചമയങ്ങളിലല്ല എന്ന പ്രപഞ്ച സത്യമാണ് ചമ്രവട്ടത്തയ്യപ്പന്റെ വെളിപ്പാട്. അവിടെ ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾ, സമ്പന്നനും ഭിക്ഷാടകനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, മനുഷ്യനും പക്ഷിമൃഗാദികളും പ്രപഞ്ചത്തിലെ മറ്റ് അതീന്ദ്രിയ ലോകങ്ങളും ഒരേ നദീപ്രവാഹത്തിൽ ഒഴുകി ലയിക്കുന്നു. ഇത്തരം വിശ്രുതമായ അപാരത കൊണ്ടാണ് ചമ്രവട്ടത്തെ ശാസ്താവ് 7000 വർഷം കഴിഞ്ഞിട്ടും ഭൂമുഖത്ത് അതേ ശക്തിയിൽ നിലകൊള്ളുന്നത്. ഭാരതപ്പുഴയുടെയും മഹാവനങ്ങളുടെയും ശക്തി സ്രോതസ്സുകൾ ലയിക്കപ്പെട്ട അത്യപൂർവ ദേവതാ സ്ഥാനമാണ് ചമ്രവട്ടത്ത് അയ്യപ്പ ക്ഷേത്രം. ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാഭാഹോ ശാസ്ത്രീ തുഭ്യം നമോ നമഃ.